റൗണ്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും പിരായിരി പഞ്ചായത്തിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ പിഷാരടിക്ക് ഇനിയും ഭൂരിപക്ഷം കൂടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പാലക്കാട് നഗരസഭയിൽ തന്നെ 1-2 റൗണ്ടുകൾ കഴിയുന്ന സമയത്ത് പിഷാരടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം BJPയുടെ ശക്തി കേന്ദ്രമാണ്. BJP വലിയ രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ലീഡ് ഉയർത്തിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ശോഭാ സുരേന്ദ്രന് ആദ്യ 2021 ഉണ്ടായിരുന്ന അത്ര പോലും ലീഡ് ഉയർത്താൻ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി പിരായിരി പഞ്ചായത്തിലേക്കാണ് ഈ വോട്ടെണ്ണൽ കടക്കുന്നത്. അതുകൂടി കഴിയുന്ന സമയത്ത് ഏകദേശം 8ാമത്തെ റൗണ്ട് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം പിഷാരടിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്തൂരിലേക്ക് കടക്കുമ്പോൾ UDFും അതുപോലെ തന്നെ LDFിനും ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം മാത്തൂർ മണ്ഡലത്തിലുണ്ട്. ഒരു പക്ഷേ അവിടെ ഈ UDFിന് വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കും. രമേശ് പിഷാരടി ഒരു ചരിത്ര വിജയത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പക്ഷെ കണ്ണാടി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി LDFിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടുത്തെ എങ്ങനെയായിരിക്കും, അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. അതിനെയൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാകും പിഷാരടിയുടെ വിജയം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പൂർണ്ണമായ തീരുമാനമുണ്ടാകുക. ശരി ആതിര, ഏതായാലും നിയമത്തേക്ക് ഒന്ന് പോയാൽ രാജീവ് ചന്ദ്രശേഖർ 2366 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുകയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് കുറയുകയാണ് എന്നുള്ളതാണ്. 4000-ലധികം വോട്ടിന്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ നിലനിർത്തിയിരുന്നതാണ്. പക്ഷേ ഈ ഒരു 6ാമത്തെയോ 7ാമത്തെ റൗണ്ടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ 2366 എന്നുള്ള തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് കുറയുന്ന കാഴ്ചയാണ് നിയമത്തുള്ളത്. അഖില, പാലക്കാട് നേരത്തെ ആതിര സൂചിപ്പിച്ചത് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നഗരസഭയിൽ എണ്ണിയപ്പോൾ പ്രതീക്ഷിച്ച ലീഡ് BJPക്ക് ലഭിച്ചില്ല 2021 താരതമ്യം ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ പിരായിരി ഉൾപ്പെടെ UDFിന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണുമ്പോൾ സ്വാഭാവികമായും രമേശ് പിഷാരടിയുടെ ലീഡ് ഉയരാനാണ് സാധ്യത. പിന്നീട് ആതിര സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കണ്ണാടി ഇടതുപക്ഷത്തിന് വലിയ പിന്തുണയുള്ള ഒരു പ്രദേശമാണ്. കണ്ണാടി എണ്ണുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ എങ്ങോട്ടാണ് മറിയുക എന്നുള്ളത് നിർണായകമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ UDF അനുകൂല കേന്ദ്രങ്ങളിൽ പിഷാരടിക്ക് വലിയ മേൽക്കൈ ഉണ്ടായിക്കഴിഞ്ഞാൽ പിഷാരടിയുടെ ഇപ്പോഴത്തെ ലീഡ് നില കാര്യമായ രീതിയിൽ തന്നെ വർദ്ധിക്കും. മാത്തൂരിനെ സംബന്ധിച്ച് LDFിനും UDFിനും ഏകദേശം ഒരേ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ NMR റസാഖിന് കാര്യമായ ചലനം ഇതുവരെ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്തൂരിലും കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായും രമേശ് പിഷാരടി വലിയ ഒരു ലീഡിലേക്ക്, അതായത് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഉയർത്തിയ അതുപോലൊരു വലിയ ലീഡിലേക്ക് കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്ത് നേമത്ത് എന്ത് സംഭവിക്കുന്നു, വട്ടിയൂർക്കാവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി അറിയാനുണ്ട്. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, വട്ടിയൂർക്കാവിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. നേമത്ത് ഇപ്പോൾ NDAയുടെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും നേമത്തെ 6ാം റൗണ്ടിൽ പൂർത്തിയായപ്പോഴാണ് 4924 വോട്ടിൻ്റെ ലീഡ് NDA നേടിയിരുന്നത്. എന്നാൽ അതിപ്പോൾ വീണ്ടും കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. 2456 വോട്ടുകളിലേക്ക്, ആ വോട്ടുകളിലേക്ക് ലീഡ് വീണ്ടും കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും നേമത്ത് ഇനി അടുത്ത റൗണ്ടുകൾ എണ്ണുമ്പോഴേക്കും NDAയുടെ ലീഡ് വീണ്ടും വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും ആദ്യം മുതൽ തന്നെ കൃത്യമായ ലീഡ് നേമത്തെ NDA നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ലീഡ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം സെൻട്രലിലും BJP ഒരവസരത്തിൽ മുന്നിലേക്ക് വന്നു എന്നതാണ്. കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിലേക്ക് വന്നു. CP ജോണിനേക്കാൾ 55 വോട്ടുകൾ മുന്നിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. തുടർന്നിപ്പോൾ CP ജോൺ വീണ്ടും തിരികെ എത്തിയിട്ടുണ്ട്. 1149 വോട്ടിൻ്റെ ലീഡാണ് ഉള്ളത്. വട്ടിയൂർക്കാവിലേക്ക് പോകുമ്പോൾ വട്ടിയൂർക്കാവിൽ 8ാം റൗണ്ട് ആണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അവിടെ VK പ്രശാന്താണ്. അത് 34 വോട്ടിനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. എന്തുതന്നെയായാലും ആദ്യം മുതൽ തന്നെ വട്ടിയൂർക്കാവ് നോക്കുമ്പോൾ UDF കൃത്യമായി തന്നെ വോട്ട് ഒരു ലീഡ് തങ്ങളുടെ ആദ്യ റൗണ്ടുകളിലുള്ളതൊക്കെയും UDFിൻ്റെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ UDFിൻ്റെ ബൂത്തുകൾ അല്ല എങ്കിൽ കൂടിയും കൃത്യമായ ഒരു ലീഡ് K മുരളീധരൻ നിലനിർത്തി പോന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി K മുരളീധരന് ഈ ഭാഗങ്ങളിലൊക്കെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം 8ാം റൗണ്ട് പൂർത്തിയാകുമ്പോഴാണ് VK പ്രശാന്ത് 34 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുന്നത്. ഇത് തന്നെയായാലും ഇനി എണ്ണാനുള്ളത് കോൺഗ്രസ്
കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ബൂത്തുകളാണ്. ആ ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ ഉറപ്പായും ഒരു പക്ഷേ തീരദേശ മേഖലയടക്കമുള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ UDFന് തിരിച്ചൊരു വരവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ ഏറെ പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയേണ്ടി വരും. ഈ നിലവിൽ ഇപ്പോൾ നിയമം മാത്രമാണ് NDA ലീഡ് ചെയ്യുന്ന മണ്ഡലം തിരുവനന്തപുരത്തുള്ളത്. എന്നാൽ ഒരവസരത്തിൽ 3 മണ്ഡലങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ തന്നെ നേമം, അങ്ങനെ 3 കഴക്കൂട്ടം 3 മണ്ഡലങ്ങൾ BJP ഒരേ സമയം ലീഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. എന്തുതന്നെയായാലും കഴക്കൂട്ടത്തും ഒരു പക്ഷേ BJPക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവിടെ എണ്ണിത്തീർന്നിരിക്കുന്ന വോട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് LDFിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും മേഖലകളായിരുന്നു. ഇനി എണ്ണാനുള്ളതും LDFിൻ്റെ മേഖലകളാണെങ്കിൽ കൂടിയും ഇപ്പോഴുള്ള ട്രെൻഡ് പ്രകാരം ഒരുപക്ഷെ കഴക്കൂട്ടത്ത് V മുരളീധരന് കൂടുതൽ വോട്ടുകൾ നേടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കഴക്കൂട്ടവും നിയമവും ഒരുപക്ഷെ BJPക്ക് വിജയം നേടാൻ നിയമത്തെ നല്ല ലീഡ് ഇപ്പോൾ നിലനിർത്തുന്നുണ്ട് എങ്കിൽ തന്നെയും കഴക്കൂട്ടം കൂടി BJPക്ക് വിജയം വരയ്ക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി തന്നെ കണക്കാക്കാൻ കഴിയും. എന്തുതന്നെയായാലും അതിലെ ലീഡുകൾ മാറി മറിയുകയാണ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമില്ലാതെയുള്ള മാറിമറിച്ചിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.